അപ്പപ്പോ സോഷ്യൽ മീഡിയ എന്താ ബഹളം എന്നറിയോ? ജസ്ന സലീം 1 രൂപ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. ആർക്കെന്നറിയോ? ഹലോ ലത് ചേച്ചിക്ക്, നമ്മുടെ മറ്റേ ചേച്ചി ഉണ്ടല്ലോ, ആറാട്ടൻ്റെ കാമുകി ലോലതിന്. അപ്പോൾ അത് ഇങ്ങോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്ത് ആരെന്നറിയോ? നമ്മളെ തെറിത്തള്ള. അല്ലൻ്റെ തെറിത്തള്ളേ, നിങ്ങളിപ്പോൾ എന്താ തലേ തട്ടിട്ടിട്ട്? അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിനീതേട്ടൻ പിന്നെയും വന്നോ? അല്ല, നിങ്ങൾ വിനീതേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ ആയിരുന്നല്ലോ തലേ തട്ടിടാറ്. വിനീതേട്ടൻ പിണങ്ങിപ്പോയി പിന്നെയും വന്നൂല്ലേ? ഏതായാലും ഇനിയെങ്കിലും നല്ലൊരു ലൈഫ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നില്ല ഞാൻ. എന്നാലും കുഴപ്പമില്ല, കിട്ടുകയാണെ കിട്ടട്ടെ. തൻ്റെ യോഗം എന്താണോ അതേപോലെ നടക്കും. 5ഓ 10ഓ കെട്ടാൻ യോഗം ഉണ്ടെങ്കിൽ ആർക്കാ തള്ളേ അത് മാറ്റാൻ പറ്റുക? 4-5 കെട്ടിയില്ലേ എൻ്റെ പൊന്നോ. അത് വിട്. അപ്പം തെറിത്തള്ള തലയിലിടുകയെ, തെറിത്തള്ള തെറി വിളിക്കേ എന്തോ ചെയ്യട്ടെ. അപ്പോൾ തെറിത്തള്ളപ്പത് പോസ്റ്റ് ചെയ്തത് അന്ത പൊണ്ടാട്ടിയല്ല അന്ത പൊണ്ണുങ്ങൾക്ക് ഞാൻ 1 രൂപ കൊടുത്തു. ഞാൻ ഭിക്ഷ എടുത്തിട്ടുണ്ടായിരുന്നു പോലും. എപ്പോഴെങ്കിലും തെറിത്തള്ളേ? ഞാൻ 2023 ഗുരുവായൂർ 101 ഫോട്ടോ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സഹായം ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യമാണ്. പക്ഷെ അതിൽ ഞാനിങ്ങനെ അടിക്കുറിപ്പ് കൊടുത്തിട്ടില്ല. അക്രലിക് ഷീറ്റോ പെയിൻറ്റോ മേടിക്കാൻ വേണ്ടിയിട്ട് 1 രൂപയെങ്കിലും തരണമേ പ്ലീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ 1 രൂപ കൊടുത്ത ആ ചാച്ചി ഉണ്ടല്ലോ, കൊടുത്തിരിക്കുന്നത് അങ്ങനെയായിരുന്നു. എനിക്ക് അക്രലിക് ഷീറ്റും ഫ്രെയിമും മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന 1 രൂപ തരണേന്നായിരുന്നു. അപ്പോൾ 1 രൂപ ചോദിച്ചാൽ നമ്മൾ 10 രൂപ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? അപ്പം ഞാൻ 1 രൂപ തന്നെ കൊടുത്തു. അതിലിപ്പോൾ എന്തേത്താണ് ഈ തെറിത്തള്ളക്ക് ഇത്രമാത്രം തെറ്റായിട്ട് തോന്നുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. എന്നതാ തള്ള ഇതിലിപ്പോൾ ഇത്ര തെറ്റ്? 1 രൂപ ചോദിച്ചാൽ നമ്മൾ 1 രൂപ കൊടുത്താൽ അതിനിങ്ങനെ കുറ്റം പറയണോ? പിന്നെ നിങ്ങൾ പിന്നെ വലിയ മുന്തിയ ആള്. അരുണിൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം, ജസ്ന സലീമിൻ്റെ പേരിൽ എൻ്റെ കേസ് കൊടുക്കാൻ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നത് ആരാ തെറിത്തള്ളേ? നിൻ്റെ ബാപ്പ അയാളോ? കുഴി കിടന്നിട്ട് അയാളാ പറയുന്നത്? കഷ്ടമുണ്ട് തെറിത്തള്ളേ, കഷ്ടമുണ്ട്. അനന്യ നിങ്ങൾ പൈസ അയച്ചു തരണേ എന്നിട്ട് ഒരു പരാതിപ്പെടൽ. നിങ്ങൾ 1 റുപ്യ 2 റുപ്യൊക്കെ അയച്ചു തന്ന് എന്നാലും മണ്ടിയില്ല. അതിന് ഞാനൊരു നന്ദി പറയണ്ടേ? എന്നതാ തെറിത്തള്ളേ. ഏതായാലും വിനീതേട്ടൻ തിരിച്ചു വന്നേം കൊണ്ട് നിങ്ങൾക്ക് സുഖമായി. അപ്പോൾ നിങ്ങളെ മോനെ കൊണ്ടിക്ക് വലിയ ഇടങ്ങാറില്ല കേട്ടോ. ഞാൻ സോഷ്യൽ മീഡിയ പറഞ്ഞതിന് ശേഷം രക്ഷപ്പെട്ടു. ഞാനില്ലേ ചത്താളൂ എന്ന് പറഞ്ഞ ചെക്കനാ. അതങ്ങാൻ ചത്തിട്ടുണ്ടായി എന്താക്കുക? ഞാൻ അവിടം വരെ കോട്ടയം വരെ വന്നിങ്ങ റീത്ത് വെച്ച് പോരണ്ടായിരുന്നോ? റീത്തിനൊക്കെ ഭയങ്കര പൈസയാ. എന്നാലും വേണ്ടിയില്ല, കടലാസിൻ്റെ റീത്തെങ്കിലും ഞാൻ വയ്ക്കുമായിരുന്നു. അതിനുള്ളൊരു ഭാഗ്യമൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവണേ ദൈവമേ. ഏതായാലും ഞാനില്ല ചെക്കൻ ചത്താളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനില്ലാണ്ടൊന്നും ജീവിച്ച് കാണിച്ചു തരട്ടെ ചെക്കന്. എന്തോ ആവട്ടെ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ജസ്ന സലീമും ഭിക്ഷ എടുത്തിട്ടുണ്ടായിരുന്നു. ആയിക്കോട്ടെ, അങ്ങനെ കൂട്ടുകയാണെങ്കിൽ കുട്ടിക്കോ. പിന്നെ ഈ 1 രൂപയെ നിസ്സാരമാക്കി കണക്കാക്കരുത് തെറിത്തള്ളേ. നമുക്ക് ചില സമയത്ത് ഈ 1 രൂപയുടെ വില എന്ന് പറയുന്നത് വല്ലാത്തൊരു വില തന്നെയായിരിക്കും. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു പൈസ കൊടുക്കാൻ, ഒരു സാധനം മേടിക്കാനൊക്കെ 1 രൂപ ഉണ്ടാവില്ല. എന്നിട്ട് ബാഗ് മൊത്തമായിട്ട് തപ്പും, വണ്ടി മൊത്തമായിട്ട് തപ്പും. 1 രൂപ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ഞാൻ ശരിക്കും ഭിക്ഷ എടുത്തിട്ടുണ്ട് തെറിത്തള്ളേ. എങ്ങനെയാണെന്നറിയോ? അതും കൂടി ഞാൻ പറഞ്ഞുതരാം. പലർക്കും ഭിക്ഷ എടുക്കേണ്ട ഒരു രീതിയിൽ ദയവാക്കി തീർക്കാറുമുണ്ട്. ഞാൻ ഒരിക്കൽ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ അല്ല തെറിത്തള്ളേ. അവിടെ ആണെങ്കിൽ ഗൂഗിൾ പേ ഇല്ല. കയ്യിലാട്ടോ പൈസ ഇല്ലാത്തത്, ഫോണിലുണ്ട്. എൻ്റെ കയ്യിലാണ് ATM കാർഡും ഇല്ല. അങ്ങനെ എന്ത് ചെയ്യും? ഹോസ്പിറ്റലല്ലേ, ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കാൻ പറ്റൂലാലോ. രാത്രിയാണ് പോയത്. തിരിച്ച് വീട്ടിലെത്തിയിട്ട് പൈസ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യവും, തലവേദന, മൈഗ്രെയിൻ, ഛർദി, അങ്ങനെയെല്ലാം കൂടി ഞാൻ അവിടെ നിൽക്കുന്ന ഒരു ഓട്ടോ ചേട്ടനെ വിളിച്ചു, ഒരു 5 രൂപ എനിക്ക് തരുമോ?
എനിക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അയാളത് എനിക്ക് തരികയും ചെയ്തു. അതും ഒരു ഭിക്ഷയാണ്. അപ്പം ഏതോ അറിയാത്ത ആളോട് ഞാനൊരു 5 രൂപ മേടിച്ച് എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ജസ്ന സലീം ഭിക്ഷ എടുത്തു എന്ന് പറഞ്ഞതിലൊന്നും എനിക്കൊരു വിഷയവും ഇല്ല. പക്ഷെ നീ എന്നാത്തിനാ ഈ തട്ടമിട്ടെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കതങ്ങോട്ട് സഹിക്കുന്നില്ല. ഇത്രയും കാലം പൊട്ടും കുത്തി നടന്ന നീ പെട്ടെന്നൊരു തട്ടെടുത്തിടുമ്പോൾ വിനീതേട്ടൻ തന്നെ ആയിരിക്കും കാരണം, അല്ലാതെ വേറെ ആരും അല്ല. അപ്പം അങ്ങനെയാണ്, നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമല്ല. നാളാരും ഭിക്ഷ എടുക്കും. അപ്പം ജസ്ന സലീം 1 രൂപ ഇട്ടത് 1 രൂപ കൊടുക്കാൻ പറഞ്ഞത് കൊണ്ടാണ്. നേരെ മറിച്ച് അവൾ 10 രൂപ കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ ഞാൻ 10 രൂപ കൊടുത്തേനെ. അപ്പോൾ അമ്മശ്ക്ക് ആ പോസ്റ്റ് കണ്ടിട്ടില്ലായിരുന്നു അല്ലേ? ഞാൻ ഇട്ടിട്ടുണ്ട് അമ്മശ്ക്കിയെ. ആ പോസ്റ്റ് സഹിതം ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ആ പോസ്റ്റിലൊന്നെടുത്ത് പോയി നോക്ക്. ആ ചേച്ചി എത്രയാണ് ആവശ്യപ്പെട്ടതെന്ന്. അപ്പം ആവശ്യപ്പെടുന്ന പൈസ നമ്മൾ കൊടുക്കുന്നതില്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ട്? ഞാൻ അവരോട് എന്നപ്പോഴും വന്നൊക്കെ സേഫായിട്ട് സൂക്ഷിച്ചൊക്കെ വേണേ ചിലവാക്കാം. ഞാൻ മാത്രമല്ല, അരുണിനെ കൊണ്ട് 1 രൂപ ഇടിപ്പിച്ചു, അമ്മനെ കൊണ്ട് 1 രൂപ ഇടിപ്പിച്ചു, എനിക്കറിയാവുന്ന ഫ്രണ്ട്സുകളെ കൊണ്ടൊക്കെ ഞാൻ 1 രൂപ ഇടിപ്പിച്ചു. എന്തുകൊണ്ട്? 1 രൂപ എങ്കിലും തരണേ എന്ന് പറയുമ്പോൾ നമ്മൾ 1 രൂപ കൊടുക്കണം. അതിനിങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന എൻ്റെ തെറിത്തള്ളേ, നിനക്കേ അത് പറ്റുള്ളൂ. ഏതായാലും തട്ടട്ടത് കൊണ്ട് മഞ്ചത്തിയാട്ടാം. വിനീതേട്ടൻ തിരിച്ചു വരികയാണെങ്കിലും അല്ലെങ്കിലും ഏതായാലും വിനീതേട്ടനോട് ഞാൻ അന്വേഷണം പറയാണ്ടി. നിങ്ങൾ ഇത്രയും കാലം വാങ്ങി വെച്ച പൊട്ടൊക്കെ ഇപ്പോൾ വെറുതായി പോവുമോ? അല്ല, 2 എണ്ണം എനിക്ക് ഇങ്ങോട്ട് കൊറിയർ ചെയ്ത് തരണേ. എനിക്ക് പൊട്ട് കുത്താൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ തെരിത്തള്ളക്ക് സമാധാനമായി എന്ന് വിചാരിക്കുന്നു. മോനിപ്പോൾ തീരും കാണലില്ലാലോ, വിഷമത്തിലായിരിക്കും. എനിക്കറിയാം ചെക്കന് ഭയങ്കര വിഷമമായി പോയിന്ന്. കാരണം അത്രമേൽ എന്താ പറയുക, എനിക്ക് വേണ്ടി താജ്മഹൽ വരെ കെട്ടുമെന്ന് പറഞ്ഞ പയ്യനായിരുന്നു. ഇപ്പോൾ വീഡിയോസ് പോലും വരുന്നില്ല. പാവം മെൻ്റലി ഷോക്കായിട്ടായിരിക്കും. ഏതായാലും എത്രയും പെട്ടെന്ന് എനിക്ക് റീത്ത് വെക്കാനുള്ളൊരവസരം ചെക്കനായിട്ട് ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട് കേട്ടോ. അല്ല, ഞാനില്ലേ ചത്താളൂ എന്ന് പറഞ്ഞതാ. എനിക്കിപ്പോൾ ഏതായാലും ആ പയ്യൻ്റെ കൂടെ പോകാൻ പറ്റൂല. പറ്റുമോ? നിങ്ങൾ എന്നെ പറ. എനിക്ക് ഈ തെരിത്തള്ളൻ്റെ മാതിരി 4-5 എണ്ണത്തിൻ്റെ ഒന്നും വയ്യേക്ക് പോകാൻ എന്നെ കൊണ്ട് പറ്റൂല. അപ്പോൾ തള്ളച്ചിക്കേ അതൊക്കെ പറ്റുള്ളൂ. തള്ളച്ചിക്ക് എന്ത്, നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിടുന്നത് പോലെ ആ കെട്ടിയോമാരെ മാറ്റിയത്. ആ ഒരു നടപ്പൊന്നും നമ്മളമ്മയും ബാപ്പയും നമ്മളെ പഠിപ്പിച്ചിട്ടില്ലടേ, ഉണ്ടാക്കാനാ. അപ്പോൾ ഏതായാലും നിങ്ങൾ കെട്ടിക്കേണ്ട ഇടന്നോണം, എനിക്ക് കെട്ടിക്കേണ്ട എടുക്കാൻ പറ്റൂല എന്ന് ചെക്കനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ചെക്കൻ എത്രയും പെട്ടെന്ന് ഡിപ്രഷനിൽ നിന്ന് മാറി വരട്ടെ എന്ന് വിചാരിക്കുന്ന വീഡിയോസിൽ നിങ്ങൾ ആരും കാണലില്ലാലോ. ചെക്കൻ ഡിപ്രഷൻ അടിച്ച് കിടക്കുക, വേറൊന്നുമല്ല. അപ്പം അങ്ങനെയാണ്. അപ്പം തെരിത്തള്ളക്ക് മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. തെരിത്തള്ളൻ്റെ കൂട്ടക്കാർക്കും മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. തെരിത്തള്ള വീഡിയോ ഇടുമ്പോഴേക്കും ഒരു ലോഡ് കൂട്ടക്കാർ ഇതെടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. ആ കൂട്ടക്കാർക്കും തെരിത്തള്ള കൂടിയായിട്ടുള്ള വീഡിയോ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടാറ്റാ. തെരിത്തള്ളയെ മോനോട് ഞാൻ അന്വേഷിക്കുന്നു പറയണേ. ടാറ്റാ.